എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ്, നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കീഴിൽ വരുന്ന സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുകയാണ്. കോൺസ്റ്റബിൾ ബാർബർ ആൻഡ് കോൺസ്റ്റബിൾ വാഷർമാൻ എന്നിങ്ങനെയുള്ള 2 പോസ്റ്റുകളാണ് വിളിച്ചേക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി പറയുന്നത് 28 ഏപ്രിൽ 28 വരെ നിങ്ങൾക്ക് ഇത് ആപ്ലിക്കേഷൻ കൊടുക്കാം. 30-ാം തീയതി വന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇതിനകത്ത് വിളിച്ചിരിക്കുന്ന പോസ്റ്റുകളെന്ന് പറയുന്നത് കോൺസ്റ്റബിൾ ബാർബർ, കോൺസ്റ്റബിൾ വാഷർമാൻ. അപ്പോൾ SSF അധികം അങ്ങനെ എപ്പോഴും വിളിക്കാറില്ല. അപ്പോൾ റെയറായിട്ടാണ് കുറേ നാൾക്ക് ശേഷം റിക്രൂട്ട്മെൻറ്റ് വിളിച്ചത്. ടോട്ടലി 10 വേക്കൻസി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. 10ാം ക്ലാസ്സാണ് യോഗ്യത വരുന്നത്. ഈ 10ാം ക്ലാസ് യോഗ്യത വരുന്ന ഈ ഒരു പോസ്റ്റിന് 19,900 മുതൽ 63,200 വരെ നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നതുമായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത് 18 മുതൽ 23 OBC-കാർക്ക് 26 വയസ്സ് വരെയും SC/ST-കാർക്ക് 28 വയസ്സ് വരെയും ഈ റിക്രൂട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യാം. കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നത് ഇതിനകത്ത് റിക്രൂട്ട്മെൻറ്റിന് പറയുന്നത് 29 ഏപ്രിൽ 2003-നും 28 ഏപ്രിൽ 2008-നും ഇടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. മറ്റ് റിസർവേഷൻ ഉള്ളവർക്കും എലിജിബിൾ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റ് ഇതിന് നമ്മൾ നോർമൽ SSC GD പോലെ 170 തന്നെ വേണം. ഇത് മെയിൽസിന് മാത്രമാണ് ഈ റിക്രൂട്ട്മെൻറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കറക്റ്റ് 170 ഹൈറ്റ് വേണം. പിന്നെ ഏറ്റവും വലിയ കാര്യം ആദ്യം ഫിസിക്കലാണ്, അത് കഴിഞ്ഞേ ഉള്ളൂ എക്സാമിനേഷൻ. ഓക്കെ, ഫിസിക്കൽ പറയുമ്പോഴത്തേക്ക് നമ്മുടെ നോർമൽ ചെസ്റ്റ് എക്സ്പാൻഷനൊക്കെ 80-85 റേഞ്ച് തന്നെയാണ് വേണ്ടത്. ഫിസിക്കൽ ടെസ്റ്റ് നമ്മുടെ GD പോലെയല്ല, വേറൊരു വ്യത്യാസമുണ്ട്. ആദ്യം 1.6 കിലോമീറ്റർ ഓട്ടം 7.5 മിനിറ്റും, ലോങ് ജമ്പ് 11 അടിയും, ഹൈ ജമ്പ് 3.5 അടിയും. ഇത് 3 ചാൻസ് വെച്ച് കിട്ടും. അത് കഴിഞ്ഞ് മാത്രമേ എക്സാം ഉള്ളൂ. എക്സാമിൻ്റെ സിലബസൊക്കെ നമ്മുടെ SSC GDയുടെ സെയിം സിലബസാണ്. അപ്പോൾ ഈ സിലബസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതെങ്കിലും ഈ ഒരു നോർമൽ, അതായത് ഇപ്പോൾ നമ്മുടെ SSCയുടെ ഏതെങ്കിലും ഒരു എക്സാമിനൊക്കെ പഠിക്കുന്നവർക്ക് ഇതൊക്കെ സെയിം സിലബസിൽ വരുന്നതാണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഠിത്തങ്ങളൊക്കെ കറക്റ്റ് ഫോക്കസ്ഡായിട്ട് തന്നെയാണ് പോണത്. അതിലൊന്നും ഒരു സംശയം വേണ്ട. കാരണം നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോഴ്സിലോട്ട് പഠിക്കുന്നതിൻ്റെ അതേ സ്കീം എക്സാമിനേഷൻ തന്നെയാണ്. മാർക്കിൽ മാത്രമേ വ്യത്യാസം വരൂ, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിലും വ്യത്യാസം വരാം. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, നല്ലൊരു കാര്യമാണ്. ദെയർ ഈസ് നോ നെഗറ്റീവ് മാർക്കിംഗ്. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാം. അത് കഴിഞ്ഞൊരു ട്രേഡ് ടെസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. ട്രേഡ് ടെസ്റ്റിന് സെപ്പറേറ്റ് മാർക്കും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലിങ്കും മറ്റു കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്തേക്കുക. ആദ്യം ഫിസിക്കൽ ടെസ്റ്റുള്ള റിക്രൂട്ട്മെൻറ്റ് ആണെന്നും ഓർത്തിരിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.